അതിലുള്ളിൽ കാണില്ലല്ലോ. അടുത്ത നമുക്ക് വന്നിട്ടുള്ള ഒരു വർക്കാണ് സെന്ന് MPFI. ഇതിൽ ക്യാനായിട്ട് കയറ്റുന്നത് വോൾവോട്രോണിക് ക്യാൻ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞ വീഡിയോ ആണ് ഇന്ന്. അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഒരു റീൽസ് ഇട്ടിരുന്നു. ആ റീൽസിൽ കുറേ പേര് നമുക്ക് മെസ്സേജ് ആയിട്ട് അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോസ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇടുമെന്നുള്ളത്. കാരണം ക്യാൻ വെക്കുന്ന ടൈമിൽ ഈ ബാക്ക് സൈഡിൽ സ്പേസ് ഇല്ലാത്തൊരു പ്രശ്നം ഈ വണ്ടികൾക്ക് വരും. അതായത് ഈ ബാക്ക് ഡിക്കില്ലാത്ത വണ്ടികൾക്കുള്ള ഒരു മെയിൻ പ്രശ്നമാണത്. അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോസും കാര്യങ്ങളാണെന്ന്. അപ്പോൾ പവർ സ്റ്റോക്കിൻ്റെ പുതിയൊരു വോൾവോട്രോണിക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൽ കയറ്റുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ റൈമസിൻ്റെ ഡ്യുവൽ ടിപ്പ് വോൾവോട്രോണിക് കേട്ടോ. ഈ കയറ്റിനെന്ന് പറഞ്ഞാൽ കയറ്റി കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസം വർക്ക് ഇത്രയും നമ്മൾ എടുത്തിട്ടുള്ളതാണ്. പിന്നീടാണ് മെസ്സേജും കാര്യങ്ങളും വന്നപ്പോൾ നമുക്കത് ഫുൾ എടുക്കാന്നുള്ളൊരു കാരണം വന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാക്വം സിസ്റ്റം. ഇവിടെ നിന്ന് അയച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഈ ഭാഗം കട്ട് ചെയ്യണം. അതെന്തിനാണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇതിൻ്റെ ബാക്കി റിമോട്ട് കാര്യങ്ങൾ കാണിച്ചാൽ ഇതിൻ്റെ റിമോട്ട് സെറ്റ് വരുന്നത്. റിമോട്ട് അതിൽ ബോക്സ് കാര്യങ്ങൾ ഇതിൻ്റെ വാക്വം പൈപ്പ് വേണ്ടിയിട്ടോ ഓപ്പണിങ് ഇതാണ് ഐറ്റം. ഇത് വാക്വം പൈപ്പ്. പിന്നെ ഇത് വാക്വം പൈപ്പ് കണക്ട് ചെയ്യുന്ന ഒരു ജോയിൻ്റ് എന്നൊക്കെ പറയാം ആ ഒരു ഭാഗം. പിന്നെ ഇത് ഇതിൻ്റെ പിന്നെ ഇലക്ട്രിക്കലായിട്ട് കൊടുക്കാനുള്ള വയറും കിറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പോർട്ട് നമുക്ക് ചാർജിങ് പോർട്ടിൽ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുക. ഇത് റിമോട്ട്. റീൽസിൽ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇതാണ്ടോ ഈ ഐറ്റം. ഇതിൻ്റെ ടീംസിന് അറിഞ്ഞാണ്. പക്ഷേ ഞാൻ കണക്ഷൻ്റെ കാര്യം നമുക്ക് മെയിനായിട്ട് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ള വണ്ടിയിൽ. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സും കാര്യങ്ങളും വരുന്നത്. ഇവിടെയാണ് ആ ഒരു പൈപ്പ് കണക്ട് ചെയ്യുക. ഇവിടെ ഈ ഒരു ഭാഗം കണക്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്രയും ഭാഗങ്ങൾ. പിന്നെ ഈ വരും ഭാഗം ഞാൻ മൊബൈൽ പറഞ്ഞു. ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാനുള്ളതാണ്. അത് ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്ച്ചെടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു ഭാഗം ഇതാണ് ഇതിൻ്റെ വോൾവോട്രോണിക് ഓണും ഓഫും. അപ്പോൾ ഈ വരുന്ന ഭാഗമാണ് ഇതിൽ സൗണ്ട് കേട്ടോ. ഈ വരുമ്പോൾ ഭാഗമാണ് ഇതിൽ സൗണ്ട് ഓൺ ഓഫ് ആകുമ്പോൾ വർക്ക് ചെയ്യുക. ഇത് സ്റ്റോക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ക്യാൻ എന്തിനാണെന്ന് വെച്ചാൽ മെയിനായിട്ട് സ്റ്റോക്കിൻ്റെ സൗണ്ട് കൺട്രോൾ ചെയ്യാനും ആ സെയിം സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓണാക്കുന്ന ടൈമിൽ സ്ട്രൈറ്റ് ഇതിൽ കൂടെ കയറി വരും ചെയ്യും. അതിനനുസരിച്ച് ഈ ഒരു പ്ലേറ്റിൻ്റെയും ഈ ഒരു ബോക്സിൻ്റെയും സൗണ്ടിൽ മാറ്റം വരും. അതാണ് ഇതിൽ. പിന്നെ ഈ ഒരു ഭാഗത്തിന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു സ്ട്രെയിനറിൻ്റെ ചെറിയൊരു സൗണ്ടിൽ മാറ്റം വരും. ഇതിൽ ഈ ഒരു ഭാഗത്തിന് നമുക്ക് അതിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഡമ്മി പോലെയാണ് ഇതിനകത്ത് കൊടുത്തുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്രയും ഭാഗങ്ങളാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞത്. പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റോക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റോക്കിൻ്റെ പ്രോപ്പർ പക്ക ഫിറ്റിങ്ങിലാണ് ഇത് ചെയ്യുന്നത്. അതായത് ഈ ഭാഗത്ത് സ്റ്റോക്കിൻ്റെ ആ ഒരു ക്ലാമ്പും കാര്യങ്ങളും അതേപോലെ ഫിറ്റ് ചെയ്തിട്ടില്ല. ബാക്കി പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഇല്ല. സ്റ്റീൽ പൈപ്പിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ കമ്പിയും കാര്യങ്ങളും ബെൻഡാക്കിയിട്ടും ഈ ഭാഗങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത് ബഡ്ജറ്റ് കമ്മിയാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോക്കിൽ തന്നെ ചെയ്യണത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരുന്ന പൈപ്പ് ചെറുതാണ്, ഇത് വലുതാണ്. അപ്പോൾ ഇതിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതുമാതിരി നമുക്ക് ഷോർട്ടാക്കി ചെയ്യേണ്ട ഒരാവശ്യം വരും. പിന്നെ പറഞ്ഞാൽ ഇവിടെ ഇത് കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കണം. അതെന്തിനാ വെച്ചാൽ ഈ ഒരു ബോക്സ് വരുന്നത് വണ്ടിയുടെ സെൻറ്റർ ഭാഗത്താണ്. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിൻ്റെ ടിപ്പ് ഉൾഭാഗത്താണ് വരിക. അപ്പോൾ ഇത് ഐഡിയ ചെയ്തിട്ട് ചെയ്യാമെന്നുള്ള കരുതിയിട്ടാണ് ഈ വീഡിയോയിൽ മെയിനായി ചെയ്യാൻ കാരണം വെച്ചാൽ ഈ ഒരു ഭാഗം നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വണ്ടിയുടെ ഏകദേശം ഈ ഒരു ഏരിയ വരെ എത്തും. റിമോസിൻ്റെ അല്ലാതെ വേറെ ഏതെങ്കിലും പിന്നെ മഫ്ലർ ഇതിനെല്ലാം ചെറുത് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ ക്യാന് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുള്ളിലായിട്ട് എടുക്കും. ടിപ്പ് കുറച്ച് ലോങ്ങിൽ ഇത്ര നിൽക്കും. അപ്പോൾ ഈ പിന്നെ ക്യാന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ ഏകദേശം ഈ ലെവലിലേക്ക് നിൽക്കും. അപ്പോൾ ബാക്ക് ഡിക്കില്ലാത്ത വണ്ടികൾക്ക് ഇതുണ്ടോ ആ ഒരു കാണുന്ന സ്പേസിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ ബാക്കിലേക്ക് ഈ ടിപ്പ് വന്നിറക്കും. അതായത് അതിൻ്റെ എൻഡ് വന്നിട്ട് ടാങ്കിൻ്റെ ബാക്കിൽ വന്നിറക്കും. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് അതിൻ്റെ ഒരു ടിപ്പ് നമുക്ക് എക്സ്പോസ് ആയിട്ട് ഇവിടെ കൊടുത്തിടണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇവിടെ എക്സോസിൻ്റെ എൻഡ് ഇവിടെ കാണില്ല. അപ്പോൾ അതൊരു ബോറാക്കാറ്. അപ്പോൾ ഒരു നമുക്കൊരു ഡമ്മി ടിപ്പും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്താൽ അത്യാവശ്യം ആ ലുക്കും കാര്യങ്ങളും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടോ ഇതിൻ്റെ ബാക്ക് സ്റ്റോക്കിലെ ബാക്ക് സൈഡാണ്. അതായത് ഇതാണ് ഇതിൻ്റെ ക്യാൻ വരുന്നത്. ഈ ഒരു ക്യാൻ. ഇപ്പോൾ ഈ ക്യാൻ ഒഴിവാക്കിയിട്ട് അതേ മോഡലിൽ ഇവിടെ ചെയ്യുക. ഈ ഒരു സൗണ്ട് വരുന്ന ഔട്ട് ഉള്ളിലും ബാക്കിയുള്ള ഭാഗം പുറത്തേക്കും ചെയ്യുക. അതാണ് പ്ലാന്. ഇത് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലാമ്പ് ഏരിയയും കൂടെ കിട്ടും. പിന്നെ ഇവിടെ ജസ്റ്റ് പക്കായിട്ട് വെൽഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം വെച്ചാൽ പക്കായിട്ട് വെൽഡ് ചെയ്യാതെ ഇരിക്കാൻ ബെറ്റർ. ഏകദേശം ഒരു ലൈനാക്കിയിട്ട് സെൻറ്റർ ചെയ്തുകൊണ്ട് ലൈനാക്കിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഔട്ട് ചെറുതായിട്ട് വന്നു കഴിഞ്ഞാലും ബാക്കിയുള്ളത് ഇതിൽ കൂടി വരും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സൈലൻസറിൻ്റെ
ബാക്കി ഭാഗങ്ങൾ ടിപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്യുകയും ചെയ്യുക. നമുക്ക് ഈ ഒരു സൗണ്ട് പ്രോപ്പറായി കിട്ടുകയും ചെയ്യും. അതിനാണ് ഇവിടെ ഔട്ട് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു വണ്ണത്തിൽ നമ്മൾ ഈ പൈപ്പ് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഡ് ആക്സിൻ്റെ മൂൾ ഭാഗത്ത് കൂടെ ഇത് വരിക. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ എന്തായാലും സസ്പെൻഷൻ ആക്ഷൻ വരുന്ന ടൈമിൽ ഇവിടെ തട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഡെമ്മി ആക്കിയിട്ട് പലരും ഇവിടെ ചെയ്യൽ. അപ്പോൾ അതിന് ബോർ തോന്നേണ്ടെന്ന് കരുതിയിട്ട് ഇതിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്യുക, ഫുള്ള് ക്ലോസ് ചെയ്യാതിരിക്കുക, അങ്ങനെയാണ് പ്ലാന്. അപ്പോൾ ഈ ഭാഗത്തിനും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഇങ്ങനെ ഇത് വരിക. അപ്പോൾ ഒരു ടിപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഈ കപ്പിൻ്റെ ഭാഗത്തേക്ക് ഇത് നമുക്ക് ജോയിൻ്റ് അടിക്കണം, ഈ ഭാഗം. പിന്നെ ഒരു ആൾക്കാർക്ക് ഡൗട്ടുള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ സിംഗിൾ ടിപ്പ് എടുത്താൽ പോരെ, ഇങ്ങനെ ഡബിൾ ടിപ്പ് എടുത്ത് കട്ട് ചെയ്യണമെന്നൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ വേറെ സംഭവമുണ്ട്. നമ്മൾ ഈ ഔട്ട് കൊടുക്കണ സൗണ്ട് വരുന്ന പൈപ്പിൻ്റെ ഈ എൻഡ് നീളം കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർ സൗണ്ട് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിന് ഈ ഒരു ടിപ്പിന് വലിയ സൗണ്ടിൽ വലിയ മാറ്റം വരുത്താനുള്ള ഫങ്ഷനോ കാര്യങ്ങളോ ഇതിനകത്തില്ല. ഫുള്ള് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിനാണ് വരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം വെച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന എയറിന് ചെറിയൊരു ഔട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരും. അപ്പോൾ നമുക്ക് ഈ മഫ്ലർ വെക്കാതുള്ള ഒരു സ്ട്രെയിനറിൻ്റെ സൗണ്ട് ഇതിനകത്ത് കിട്ടും. അതിനാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു പാസേജ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ സിംഗിൾ ടിപ്പ് കൊടുക്കുന്ന ടൈമിൽ ഇതിൽ കൂടെയാണ് രണ്ട് ഔട്ട് ആവുക. അതായത് ഓണാക്കിയാലും അല്ലാത്ത ടൈമിൽ ഇതിൽ കൂടെ ഔട്ട് ആവുക. പിന്നെ കട്ട് ഓഫിൻ്റെ പോലെ ഇത് ഓൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ആവില്ല. ഇത് രണ്ട് ഓണായിട്ട് കട്ട് ഓഫിൻ്റെ പോലെ രണ്ട് ഓണായിട്ട് തന്നെയാണ് വാൾവോട്രോണിക്കിലും കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് നമ്മൾ കസ്റ്റം ടൈപ്പ് ചെയ്യുമ്പോൾ ചിലർ ചോദിക്കും രണ്ട് ഓപ്പൺ ആവണില്ല എന്നുള്ളത്. അപ്പോൾ അതേ ഫംഗ്ഷനാണ് ഇതിന് നടക്കുന്നത്. ഇത് ഓപ്പൺ ആവുന്ന ടൈമിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന എയർ ഇവിടെ ഒരു ചെറിയൊരു പോർട്ടിൻ്റെ ഹോളുണ്ട്, ആ ഹോളിൽ കൂടെ ഇതിൽക്കും വരും. അപ്പോൾ രണ്ടിൽക്കും പക്കായിട്ട് കണക്ഷൻ വരും രണ്ട് ടൈമിൽ കേട്ടോ. ഒരു ടൈമിൽ ഇത് ഓൺ ആക്കുന്ന ടൈമിൽ രണ്ടിലേക്കും വരും, ഓഫ് ആക്കുന്ന ടൈമിൽ ഇതിൽ കൂടെ ഒറ്റയ്ക്ക് വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷനും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റെയിനർ ഉണ്ടോ എല്ലാം എത്രത്തോളം കാണേണ്ടതില്ല, അതുണ്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ കേട്ടോ. ഈ ഭാഗം നമ്മൾ വെൽഡ് ചെയ്തിട്ടോ. പിന്നെ ഇവിടെ ഹോളടിച്ചതെന്താ വെച്ചാൽ ബാക്കി നമ്മളിങ്ങനെ വലിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉറപ്പ് കമ്മിയാവും. അപ്പോൾ ഹോളടിച്ചിട്ട് ഈ ഭാഗം ഫുൾ വെൽഡ് ചെയ്തതിന് ശേഷം ഹോളടിച്ചു. പക്ഷെ ഇവിടെ ഡ്രില്ല് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ കത്തിച്ച് ഹോളാക്കിയിട്ടോ. ഈ ഭാഗം നമ്മൾ വെൽഡ് സെറ്റ് കത്തിച്ചാണ് കണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇവിടെ സ്ട്രോങ് ആക്കണം, ഈ ഒരു പൊസിഷനോട് കൊണ്ടുവരണം. പിന്നെ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കണ്ട് ഈ ഒരു ഭാഗം ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം ഇവിടെ ഇങ്ങനെ. അതാണ് അടുത്ത പ്ലാൻ. പിന്നെ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പെട്രോൾ വണ്ടികൾ ഓവറായിട്ട് വെള്ളം വരും ഈ സൈലൻസിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം വരുന്നത് നമ്മൾ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചെറിയൊരു ടിപ്പ് ഉള്ളിൽ കിടണം, അല്ലാതെ ഇതിന് ചെറിയൊരു എൻഡ് ഉള്ളിൽ കിടണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വെൽഡ് ചെയ്യണതിൻ്റെ ഓരോ അലമ്പും കാര്യങ്ങളും ഉള്ളിലുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് പക്കായിട്ട് എയർ തള്ളൂല. അപ്പോൾ അത് ഒഴിവാക്കാനും പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം വരുന്ന ടൈമിൽ അത് ഇതിലേക്ക് ഔട്ടാവും ചെയ്യും. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും അലമ്പ് വന്ന് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഈ പൈപ്പിൽ കൂടെ കയറിയാണ്ട് പുറന്തള്ളാൻ ടാസ്ക് കൂടുതലാണ്. പുറന്തള്ളലില്ല അങ്ങനെ, കാരണം ഇത് ഷോർട്ട് ആയതുകൊണ്ട്. അപ്പോൾ ഇത് അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിനുള്ളിൽ പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഷീൽഡ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരുന്നോണ്ടും അത്യാവശ്യം ആ ഭാഗം സേഫ്റ്റി ആക്കണം. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ പുറം ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പിന്നെ വേറെ സംഭവം കൂടെ ഉണ്ട്. ഇതിനകത്ത് ഈ റോഡ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്യാനിൻ്റെ സൗണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റോക്ക് സൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സൗണ്ടാണ് വരിക. അപ്പോൾ ഒന്നും കൂടെ നമ്മൾക്ക് ഇങ്ങനെ ചെറിയ ഓളുകളും കാര്യങ്ങളും ഇടുമ്പോൾ ട്രെയിനറിൻ്റെ ഒരു ഫങ്ഷനും കൂടെ ഇതിൽ വരും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ സൗണ്ട് ഒന്നും കൂടെ കൺവേർട്ടായിട്ട് കുറയുന്നില്ല കേട്ടോ ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ അതേ ഫങ്ഷന് ഇതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനത്തെ ഫങ്ഷനാണ്. ചെറിയൊരു പൈപ്പിൻ്റെ ഉള്ളിൽ ചെറിയ ഹോളും കാര്യങ്ങളും ഇട്ടിട്ട് അങ്ങനെയാണ് ഇത് ഷോർട്ടായിക്കൊണ്ടിരുന്നത്. എല്ലാം നിൻ്റെ സ്ട്രെയിനർ പറഞ്ഞാൽ ചെറിയ ഹോളാണ്. എല്ലാം നിൻ്റെ നെറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ സൗണ്ട് ലോഡ് സൗണ്ടിനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫങ്ഷനും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഫുള്ള് സെറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞു. ഒരു എൻ്റെ തന്നെ ഇതിൻ്റെ ജോയിൻ്റ് ആട്ടോ, ഈ പൈപ്പിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗമാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ സൈലൻസർ കോട്ടിങ്ങർ സംഭവമുണ്ട്, അത് അടിക്കാൻ തന്നെ ഒന്നുകൂടി ലൈഫ് കിട്ടും ഈ സൈലൻസറും കാര്യങ്ങളും. ഞാൻ ഓവറായിട്ടുള്ള അലമ്പ് ചളിയൊന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തെടുത്തുള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. പിന്നെ ഇവിടെ വരുന്ന ബൂസ്റ്ററും കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതൊരു ബൂസ്റ്ററിൻ്റെ സിസ്റ്റം തന്നെ കേട്ടോ. ഇതിങ്ങനെ സക്ക് ചെയ്യുന്ന ടൈമിൽ ആ ഡയഫ്രം വലിക്കും, അങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ വരുന്നത്. പിന്നെ ഇതുണ്ടോ ബാക്ക് ഇങ്ങനെ കണക്ട് ചെയ്തു. ഈ കാണുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കുറേ ഭാഗങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇതൊരു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം പിന്നെ വണ്ടിയിൽ കയറ്റി പിന്നെ ഇറക്കി അത് അങ്ങനെ ചെയ്തിട്ടാട്ടോ ഈ ഒരു ഭാഗത്തെ അളവിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് വീഡിയോ ലെങ്താക്കണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടോ ഇതിൽ ഇവിടെയുള്ള ഭാഗം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. തട്ടങ്ങിനാണ് ഇതിൻ്റെ ഫിറ്റിംഗ് വരിക. പിന്നെ ഇതിനകത്ത് ഇതുപോലത്തെ ഒരു പീസ് വരും. ഇതെന്താ വെച്ചാൽ ഈ ഡയഫ്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചൂടധികം എത്തണ്ടെന്ന് എഴുതിയിട്ട് ചെയ്യുന്ന സംഭവം കേട്ടോ. അതായത് ഇതിനകത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ചൂടും കാര്യങ്ങളും ഡയഫ്രത്തിൽ എത്തൂല. അപ്പോൾ ഈ സാധനത്തിൽ ലൈഫ് അത്യാവശ്യം കൂടും. ഇതുണ്ടോ ഇതിലിങ്ങനെ വരിക.
ഇത് അയച്ച ടൈമിൽ അതൊക്കെ കാണുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇതിങ്ങനെ ഇട്ടിട്ട് 2 10 ഞെട്ടിടും. അതിന് ശേഷം ഇതിനകത്തേക്ക് കയറ്റി വിടും. ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ് പറഞ്ഞത്. കണ്ടോ, ഇതിനകത്ത് കയറ്റിയിട്ട് ഒരു ചെറിയൊരു ക്ലിപ്പുണ്ട്, ലോക്ക് ടൈപ്പ് കേട്ടോ ഈ മുതൽ. അപ്പോൾ അത് കയറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സെറ്റാവും. പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ആ പൈപ്പ് കണക്ട് ചെയ്യുക. ഇത് പുറത്തുനിന്ന് നമുക്കൊന്ന് കണക്ഷൻ വെച്ച് നോക്കാം. ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൽ ബാറ്ററി കൊടുത്തുള്ളതാണ്. മറ്റേ ഭാഗം എന്ന് പറഞ്ഞത് പോർട്ടും കാര്യങ്ങളും സെറ്റിലാത്തതുകൊണ്ടേ. ഒരു മിനിറ്റ്. ഇതാ ഇത്രയും വലുപ്പമുള്ള വയറായിട്ട് വരുന്നത്. അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ ഈ പൈപ്പിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം വലുപ്പം പൈപ്പും കൊടുത്തിട്ടുണ്ട്. ഇതിൽ റിമോട്ട് ഇതായിട്ട് ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഇങ്ങനെ വന്ന് ഉണ്ടോ. ഞാൻ ഇവിടെ റോളുണ്ടാകും, അതിൽ കൂടെ ഇട്ടാണ് ഒന്ന് വേണ്ട. ഇതിലേക്കാണ് ഈ ഒരു കണക്ഷൻ കൊടുക്കുക. ഇത് വേർട്ടിട്ടാക്കാൻ ഇരിക്കുക. നമ്മൾ ഇത് ഫിറ്റ് ചെയ്യണം. അതുപോലെ ഈ മുതൽ ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നമുക്കൊരു ഗ്രൂപ്പ് പോലെ ഉണ്ട് കേട്ടോ. അതായത് ഒരു പൊസിഷനിലേ കൊടുങ്ങുള്ളൂ, അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഓഫ് ഓക്കെ, ഓഫ് ഓക്കെ. ഇതതിൻ്റെ ഫങ്ഷൻ. ഇതിലുണ്ടോ ഈ വാക്കും ബൂസ്റ്ററുണ്ട് കേട്ടോ, ഉണ്ടോ. അതുപോലെ ഇതിൽ നിന്നാണ് സൗണ്ട് വരുന്നത്. ബാക്കി ഇത് വണ്ടിയിൽ കയറ്റിയിട്ട് നമുക്ക് എന്താ അവസ്ഥ നോക്കാം, സൗണ്ടും കാര്യങ്ങളും. ഇതാട്ടോ അതിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞു. ബാക്ക് സൈഡിൽ നിന്നുണ്ടോ ഇത് സ്റ്റോക്ക് ഓപ്പോസിറ്റ് ഉണ്ടോ. ഇപ്പോൾ സാധാ സൈലൻസർ എവിടെയാണോ അതിനേക്കാൾ കുറച്ചുകൂടി പൊക്കിയിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ അത്. പിന്നെ ഈ ഡഡാക്സിൻ്റെ ഫ്രണ്ടിലോ അടി കടന്ന് കാണിച്ചത്. പക്ക പ്രോപ്പർ ഫിറ്റിങ്, അത് പക്ക സെറ്റായിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതേ പൊസിഷനിൽ കൂടെ പോയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ പൈപ്പ് നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു കണ്ടോ ഹാൻഡ് ബ്രേക്കിൻ്റെ കൂടെ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ നമുക്ക് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അവിടെ കണക്ട് ചെയ്യുക. ഉള്ളിൽ ഫുള്ള് അയച്ചിട്ടില്ല കേട്ടോ വണ്ടി. അപ്പോൾ ഈ ഏരിയ കൂടെ കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഈ കൺസോളിൻ്റെ അവിടെ എവിടെയെങ്കിലും ഈ ബോക്സ് സെറ്റ് ചെയ്യുക. പിന്നെ എന്താ വെച്ചാൽ ഈ കേബിൾ ഉണ്ടല്ലോ, ഇത് ബാറ്ററി കണക്ഷൻ കൊടുക്കുക. കാരണം ഇതിനകത്ത് കറണ്ട് വരുന്നില്ല. അപ്പോൾ ഇതിനോട് കൊടുക്കുമ്പോൾ നമുക്ക് വേറെ ഉപയോഗം നടക്കില്ല. അപ്പോൾ ഇത് ഡയറക്റ്റ് ബാറ്ററി കൊടുത്തിട്ടുണ്ടെങ്കിൽ പക്കോ. സ്റ്റാർട്ട് ചെയ്ത് കൊണ്ട് കാണിച്ചു തരാം. ഇത് സ്റ്റോക്ക് കേട്ടോ, ഇത് സ്റ്റോക്ക് ഇതുകൊണ്ട് കണ്ടോ. ഇനി ഓണാക്കുമ്പോൾ ഉണ്ടോ അതിനുള്ളിൽ കണ്ടോ. ഇനി റൈസാക്കി കേൾപ്പിച്ചാടാ. ഇത് സാധാ സൗണ്ട്. സാധാ സൗണ്ടിൽ ഫുള്ള് സ്റ്റോക്കിൻ്റെ ആണെന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അതാ ക്യാനിൻ്റെ ആണ്. കറക്റ്റ് സ്റ്റീൽ ക്യാൻ ആകുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം വരും. ഓണാക്കിയിട്ട് അത്യാവശ്യം നല്ല ദമ്മ് സൗണ്ട് ഉണ്ടോ. അത്യാവശ്യം നല്ല ലോഡ് സൗണ്ട് കാര്യങ്ങളുണ്ട്. കാരണം ആ ക്യാനിൻ്റെ സ്റ്റീലായതുകൊണ്ടുള്ള ഒരു മാറ്റം. അപ്പോൾ അത്യാവശ്യത്തിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ മഫ്ലർ ചെയ്ത് സ്ട്രെയിനർ ചെയ്യുന്നതിനേക്കാളും സൗണ്ട് ഉണ്ട്. പക്ഷേ വലിയ ലോഡ് സൗണ്ടാണ്. സ്ട്രെയിനറിൻ്റെ ആ ഒരു ഇതില്ല, സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമ്മൾ സാധാ ബാക്കിയുള്ള കട്ട് ഓഫ് ചെയ്യുന്നതിനേക്കാളും അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. ഫണ്ട് കൊടുക്കുന്നതിന് മുതലും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഒന്നുകൂടെ സൗണ്ട് കേൾപ്പിച്ചേരാം. ഇത് വണ്ടി ഫുള്ള് കുത്തുമന്നൊക്കെ ഇറക്കിയിട്ടേ ഇട്ടിട്ടുള്ളതാണ്. സാധാ സൗണ്ട്. ആക്കുമ്പോഴേ ഇവിടെ നിന്നുള്ള സൗണ്ട് ജസ്റ്റ് വേരിയേഷൻ കണ്ടിട്ടോ. ഒരു ബാസ് ഇങ്ങനെ മാറ്റം വരികയുള്ളൂ. നൈസായിട്ട്
ഏറെക്കുറെ കിട്ടിയെന്ന് വിചാരിക്കണേ. അതുപോലെ ഈ ചെയ്തതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പവർ സ്റ്റോക്ക് ഒഫീഷ്യൽ എന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാമെന്നല്ലോ കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.